ഈ കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും അർക്കേന്ദു വഹ്നികളോടൊക്കും ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കാറുമായി വരിക നാരായണായ നമ. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും അർക്കേന്ദു വഹ്നികളോടൊക്കും ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കാറുമായി വരിക നാരായണായ നമ. വിരാട് പുരുഷൻ എന്ന് പറയുമ്പോ ഋഗ്വേദത്തില് പുരുഷ സൂക്തം സഹസ്രശീർഷ പുരുഷ എന്ന് തുടങ്ങുന്ന സൂക്തം ഉണ്ടല്ലോ, അത് വിരാട് പുരുഷനെ പറ്റിയിട്ടുള്ള സൂക്താണ്. ഭഗവാൻ തന്റെ വിശ്വരൂപമൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ബാബയുമൊക്കെ വിരാട് പുരുഷന്റെ രൂപത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാല് സ്ഥൂല ശരീരത്തില് പരിവേഷ്ടിതനായിട്ട് സങ്കല്പിക്കപ്പെടുന്ന പരമാത്മാവാണ്. എന്ന് വെച്ചാല് സ്ഥൂല ശരീരത്തിൽ, നമ്മളുടെയൊക്കെ ശരീരത്തിലുള്ള പരമാത്മാവ് തന്നെയാണ് ആ വിരാട് പുരുഷൻ. സൂക്ഷ്മ ശരീരത്തിലാണെങ്കിലോ അതേ ബ്രഹ്മത്തെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. കാരണ ശരീരത്തിലാണെങ്കിൽ കൂടസ്ഥൻ. 3 പേരാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വലിയ ശരീരം, പ്രപഞ്ചത്തിന്റെ ശരീരവും നമ്മുടെ ശരീരത്തിലും ആണെങ്കിൽ ഈ വിരാട് പുരുഷനെ എന്ത് പറയും? ഈ വിരാട് പുരുഷനെ വിരാട് പുരുഷൻ എന്ന് പറയും. സൂക്ഷ്മ ശരീരത്തിലാവുമ്പോ ഈ ബ്രഹ്മത്തെ ഹിരണ്യഗർഭൻ എന്ന് പറയും. കാരണ ശരീരത്തിലാണെങ്കിൽ കൂടസ്ഥൻ എന്ന് പറയും. ഇതിന് ഒരു ഉപാധി ഇല്ലാതെ ഒരു നിർവികാര ബ്രഹ്മമായിട്ടിരിക്കുന്ന അതിനെയാണ് എന്ത് പറയുക? ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മം സമം വിരാട് പുരുഷൻ സമം ഹിരണ്യഗർഭൻ സമം കൂടസ്ഥൻ. ഇങ്ങനെയാണ് വരിക. ഒരേ സംഭവം തന്നെയാണ്. ഒരേ വെള്ളത്തിന് ചായ, പാല്, കാപ്പി എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ പല പേര്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുമ്പോഴേ നമ്മളുടെ ഒരു ചിന്ത മാറി മറിഞ്ഞിട്ട് വരണം തന്നെയാണ്. കാരണം നമ്മുടെ പൂജാമുറിയില് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമധ്യത്തില് കൃഷ്ണനെയോ അതുപോലെ ഗുരുവിനെയോ അതുപോലെ ദേവിമാരെയോ ശിവനെയോ ഒക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. നേരെ തിരിച്ച് പ്രപഞ്ചത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ജീവജാലത്തെ, നമ്മുടെ മുന്നിലുള്ള ചെടികളെ, നമ്മൾ കാണുന്ന ആളുകളെ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും പലപ്പോഴും അവഗണിക്കുകയും അവരോട് മോശമായിട്ട് പെരുമാറുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ നമ്മൾ കാണുന്നത്. നമ്മളുടെ ഈ സങ്കല്പം അനുസരിച്ചിട്ട് ഒരു പൂ പറിക്കുമ്പോൾ പോലും ആ ചെടിയോട് സോറി ട്ടോ ഞാൻ ഇത് പറിക്കുന്നുണ്ട് എന്ന് മനസ്സിലൊന്ന് പറഞ്ഞിട്ട് പറിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. എനിക്കിപ്പോ വലിയ സങ്കടം, ഒരു ഇല വെട്ടാൻ സങ്കടാ, ആ വാഴയ്ക്ക് വേദനിക്കുമോ എന്നൊക്കെ ഞാൻ ആലോചിക്കും. അതിവാദമാണ്. പക്ഷെ ഞാനൊരു ഇലക്കഷ്ണം എടുക്കണ്ടിട്ടോ വാഴ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ടപ്പോ ഒരു ഇലക്കഷ്ണം വെട്ടുക. അത്ര സെൻസിറ്റീവായിട്ട് നമ്മൾ പോവും. ഇത് പഠിച്ചാലും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധനത്തിന്, ഒരു എറുമ്പിനെ അറിയാതെ പോലും ശ്രദ്ധിക്കും നമ്മൾ. എങ്ങനെ ഇതിനെ കൊല്ലാതെ അരി കഴുകാം എന്ന് നമ്മൾ ശ്രദ്ധിക്കും. എങ്ങനെ ഇതിനെ രക്ഷിക്കാൻ പറ്റും? ഒരു ഗവിളിയോ തേളോ ഒക്കെ ബേസിൽ വീണാല് അതിനെപ്പോ ഒന്ന് വെള്ളം ഒഴിച്ച് കളയാതെ എങ്ങനെ കയറ്റിയിട്ട് പറമ്പിലേക്ക് കൊണ്ടിടാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന എനിക്ക് തോന്നുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ആയി മാറുമെന്ന് തോന്നുന്നു ഈ സ്ഥൂല സൂക്ഷ്മമൊക്കെ പഠിക്കുമ്പോൾ. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഏത് രീതിയിൽ മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ എല്ലാറ്റിനോടും ഒരു സ്നേഹശീലം നമുക്ക് ഉണ്ടാവുമ്പോ ഒന്നിനെയും നമുക്ക് ശത്രുതയോടുകൂടി കാണാൻ പറ്റില്ല, ഒന്നിനെയും വെറുക്കാൻ പറ്റില്ല, ഒന്നിനോടും ഒരു ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നെന്റെ വരട്ടെ, അത് അങ്ങനെ പെരുമാറുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നമുക്ക് അവഗണിക്കാൻ കഴിയും. അത്ര നമുക്ക് പറ്റാത്തതിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു അനുഭവം അങ്ങനെയൊക്കെയാണ്. ഇനി നിങ്ങളുടെ അനുഭവം കൂടെ പറഞ്ഞാലാണ് ഇപ്പോ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോ നമ്മളിപ്പോ ഇന്ന് IVM ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഒരു എഫക്റ്റ് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഹരിനാമകീർത്തനവും ഭഗവത്ഗീതയും ഒക്കെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം.
ബാക്കി ഭാഗവും കൂടെ പറയാം. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമുക്കും കർമ്മത്തിനും മധ്യത്തിൽ എന്ന പോലെ നമുക്കും കർമ്മഫലത്തിനും മധ്യത്തില് നാം ഈശ്വരനെ പ്രതിഷ്ഠിച്ചിട്ട് കർമ്മഫലങ്ങളൊക്കെ അവിടെ സമർപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാ കർമ്മങ്ങളും സമർപ്പണ രൂപത്തിലായിത്തീരുന്നു. ഇതാണ് ഭക്തിമാർഗം. കർമ്മയോഗവും തന്നെയാണ്. അത് കർമ്മയോഗം എന്ന് പറഞ്ഞാല് പിന്നെ അവിടെ ഒരു എന്താ പറയാ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു സഗുണ ഈശ്വരൻ ഉണ്ടാവില്ല. കർമ്മം തന്നെ ഈശ്വരനായിട്ട് മാറുന്നതാണല്ലോ. നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈശ്വര പ്രേമ ചോദിതങ്ങളായി തീർന്നു കഴിയുമ്പോ ആ ഈശ്വരനെ തന്നെ പ്രപഞ്ച വ്യാപകനായിട്ടുള്ള ഈശ്വരനായിട്ട് സങ്കല്പിക്കാൻ തുടങ്ങും. പിന്നീടുള്ള പ്രവൃത്തി മുഴുവൻ ലോകത്തിന് വേണ്ടിയാകും. ഇതാണ് യജ്ഞത്തിന്റെ സ്വരൂപം. താനും ആ വിരാട്ടിൽ ലയിച്ചു കഴിയുമ്പോൾ കർമ്മവും തീർന്നു. അവിടെയാണ് നമുക്ക് പിന്നെ നമ്മൾ എത്താൻ കുറച്ച് വിഷമമുള്ളത്. നമ്മള് എന്തിലും ലയിക്കണം അത്രേ, ആ വിരാട്ടില് നമ്മളും അത്രേ ഉള്ളൂ. നമ്മള് ഇതുപോലെ തന്നെയാണ് നമ്മളും. അത് ആ ഒരു ബോധം നമുക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. നമ്മള് പിന്നെ ആ കൂട്ട് കുറയ്ക്കുന്ന ആ നായയുടെ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന വാഴ അത് നിശ്ചലാന്ന് മാത്രമേ ഉള്ളൂ. അത്രയൊക്കെ തന്നെ പ്രാധാന്യം നമുക്കുള്ളൂ. അങ്ങനെ കണക്കാക്കിയാൽ നമ്മൾ വളരെ ഹനുമാനെ പോലെ നമുക്ക് വളരെ ചെറുതാവാൻ കഴിയും, ആ ഒരു ബോധം ഉണ്ടെങ്കിൽ. മറ്റേ ഞാൻ ഇല്ലെങ്കിൽ രോഗമില്ല, ഗൗളി ഉത്തരം താങ്ങുന്ന പോലെ ഉള്ള ഭാവം ഇല്ലാണ്ട് ഈ വിരാട് സ്വരൂപം അതാണ്. നമ്മൾ തീർത്ഥയാത്രകള് വലിയ യാത്രകളൊക്കെ ചെയ്യണതാണ് നമ്മളൊന്നും അല്ല എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ എന്താ പറയാ, നമ്മളും ആ വിരാട്ടിൽ അങ്ങോട്ട് ആൾക്കൂട്ടത്തിൽ ഒന്നായിട്ട് മാറുക, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു തരിയായിട്ട് മാറുമ്പോൾ കർമ്മം അവസാനിക്കും. സ്ഥൂലമായിട്ടുള്ള വിരാട് സ്വരൂപം തന്നെ സൂക്ഷ്മമായിട്ടുള്ള ബ്രഹ്മമായിട്ട് സമന്വയിക്കും. അങ്ങനെ വഴിയെ സഗുണാരാധന നിർഗുണ ഭക്തിയായിട്ട് മാറും. നിർഗുണ ആരാധനയിലേക്ക് കടക്കുമ്പോ എന്താ ഉണ്ടാവുക? ജ്ഞാനമാർഗത്തിന്റെ ലക്ഷ്യത്തിൽ എത്തും. ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ഭക്തന്റെ നില ജ്ഞാനിയുടെ നിലയാണ്. അവിടെ വെവ്വേറെ ഇല്ല. ജാതിപരമായ, മതപരമായ, ദേശപരമായ, ലിംഗപരമായ, ചരാചര അചര ചര വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെയാണ് നിൽക്കേണ്ടത് എന്നാ പറയുന്നത്. കർമ്മവും ജ്ഞാനവും ഭക്തിയും ഭിന്നതകളില്ലാതെ പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുക. എന്നുവെച്ചാൽ കർമ്മയോഗിയായിട്ടുള്ള ഒരാള് പൂജയെ തള്ളിപ്പറയാൻ പാടില്ലല്ലോ. ജ്ഞാനയോഗിയായ ഒരാളും അതെ, ഈ ഞാൻ ജ്ഞാനത്തിന് ഇരിക്കുകയാണ്, എനിക്ക് ജ്ഞാനം മാത്രം മതി, ഈ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പയ്യാനിങ്ങിട്ട് പണിയെടുക്കാൻ പറ്റില്ല, ഇതൊന്നും ഞാൻ ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പൊ ഇത് മൂന്നും, കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും പരസ്പര പൂരകമായിട്ട് നിൽക്കണം. ഇന്ദ്രിയ പരതയിൽ നിന്ന് പ്രേമപരതയിലേക്കും അവിടുന്ന് ബുദ്ധിപരതയിലേക്ക് നീങ്ങുന്ന ഒരുവന്റെ അവസ്ഥയാണ് കർമ്മം, ഭക്തി, ജ്ഞാനം എന്ന് വിളിക്കുന്നത്. ഇവ പരസ്പര ബന്ധമാണ്. ക്രമേണ എന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമായിട്ടുള്ള ബന്ധം അറ്റുപോണം. അതിൽ നമ്മൾ എത്തണം. ഇന്ദ്രിയങ്ങളുമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടുള്ള, ഇന്ദ്രിയങ്ങളായിട്ടും മനസ്സായിട്ടും പിന്നെയും മാറും, പക്ഷെ ബുദ്ധിയായിട്ടുള്ള ബന്ധം ബുദ്ധി ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ബുദ്ധി ഇങ്ങനെ വികസിപ്പിച്ച് വളർത്തി കൊണ്ടുവന്നിരിക്കുക നമ്മൾ എത്രയും കാലം. നല്ല ബുദ്ധി വേണം, പഠിക്കണം, അതെടുക്കണം, മറ്റേത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കുട്ടികളോട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ജീവിതത്തിന് ബുദ്ധി വേണ്ടേ? പക്ഷെ പതുക്കെ എന്താവണം? അതുകൊണ്ടാണ് ഈ ബുദ്ധിരഹിതമായിട്ട് അവധൂതന്മാരും മറ്റും പെരുമാറുന്നത്. അവർക്ക് ബുദ്ധി ഇല്ലല്ലോ, ബുദ്ധി പ്രവർത്തിക്കുന്നില്ലല്ലോ. കാരണം അവര് സദാ നിർഗുണ ബ്രഹ്മത്തിലെ ലീനരാണ്. ആ ബന്ധം അറ്റുപോണം. അപ്പോഴാണ് നിർഗുണ ബ്രഹ്മത്തിന്റെ ദർശനം കിട്ടുക. അത് കിട്ടുന്നത് വരെ ഒരു സാധകൻ ഇളകാൻ സാധിക്കില്ല. അത് കിട്ടിയ പിന്നെ ഈ ലോകമില്ല. ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അത് അറിയാതെ നമ്മളിതൊക്കെ പഠിച്ച് ജ്ഞാനമൊക്കെ നമ്മളിൽ ഉറച്ച് നമ്മൾ അറിയാതെ മാറണം. അപ്പൊ നമ്മൾ പഠിക്കാൻ തുടങ്ങിയതിൽ നിന്ന് എത്രയോ മുന്നോട്ട് പോയി നമ്മൾ ഒരുപാട് മാറി. അപ്പൊ നമുക്ക് ഈ കാണുന്ന ആളുകൾ പറയുന്ന വലിയ കാര്യങ്ങളൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ചിരിയോടുകൂടി ഇരിക്കാൻ കഴിയണം. ഇനി കുറച്ചും കൂടി വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ, ബ്രഹ്മം സൂക്ഷ്മ ശരീരത്തില് തൈജസൻ എന്ന്, സ്ഥൂല ശരീരത്തില് വിശ്വരൂപം എന്ന് പറയുന്നു. വിശ്വൻ വിരാട്ടിലും തൈജസൻ ഹിരണ്യഗർഭനിലും
പ്രാജ്ഞൻ കൂടസ്ഥനിലും ലയിച്ചിരിക്കുന്ന പോലെ വിരാട്ട് ഹിരണ്യഗർഭനിലും, ഹിരണ്യഗർഭൻ കൂടസ്ഥനിലും, കൂടസ്ഥൻ ബ്രഹ്മത്തിലും ലയിക്കുന്നു. ഭഗവത്ഗീത 11-ാം അധ്യായത്തില് വിരാട് സ്വരൂപത്തെ വർണ്ണിച്ചിട്ടുണ്ട്. മഹാഭാരതത്തില് പല സന്ദർഭങ്ങളിലും വിരാട് പുരുഷ ദർശനമുണ്ട്. 14 ലോകങ്ങളുടെയും ഒന്നിച്ചുള്ള ഒരു ബൃഹത് സങ്കല്പമാണ് വിരാട്ട്. ആ സങ്കല്പത്തിന് മുമ്പില് ആരും തൊഴുതു പോവും. എന്താന്ന് വെച്ചാല് ലൗകിക ദൃശ്യ നാനാത്വത്തെ ഏകത്വത്തില് ചേർത്ത് കാണാൻ സഹായിക്കുന്ന ഒരു അസാധാരണ ഭാവനയുടെ സന്തതിയാണ് ഈ വിരാട് പുരുഷൻ. ഇക്കണ്ട വിശ്വവും ഇന്ദ്രാദി ദേവകളും അർക്കേന്ദു വഹിനികളോട് ഒപ്പം ഒക്കും ത്രിമൂർത്തികളും നിൻമൂലം അക്ഷരവും അഗ്രേ ഓർക്കുമാറായി വരിക. ഒന്നാമതായിട്ട് സ്മരിക്കപ്പെടേണ്ടവയാണിവയൊക്കെ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇക്കണ്ട വിശ്വം വിരാട്ടിന്റെ ശരീരമാണ്. ഇന്ദ്രനും ദേവന്മാരും സൂര്യനും ചന്ദ്രനും അഗ്നിയും ത്രിമൂർത്തികളും ഓങ്കാരവും എല്ലാം ആ വിരാട് സ്വരൂപത്തിന്റെ അംഗമാണ്. അവയെല്ലാം എന്ന് പറഞ്ഞാൽ അവയെല്ലാം ചേർന്ന വിരാട് പുരുഷനെ എനിക്ക് മുന്നിൽ ആദ്യം കാണണം. എന്തു കാണണം എന്നാണ് ധ്വനിപ്പിക്കുന്നത്? ഒന്നായി സ്ഥൂലമായി ചേർന്നത് സഗുണബ്രഹ്മം, സഗുണത്തിനപ്പുറം നിൽക്കുന്ന നിർഗുണം. രണ്ടാമതായിട്ട് ശാശ്വതമായ ആ ബ്രഹ്മത്തെ എനിക്ക് കാണാൻ സാധിക്കണം. ഇവിടെ സഗുണാരാധനയില് ഉറച്ച ഒരു സാധകനെ നിർഗുണാരാധനയിൽ ചെന്ന് നിൽക്കാൻ സാധിക്കുള്ളൂ.